സൂറത്തു നിസായിൽ ജൂതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും തുടരുകയാണ്. 54 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവിടെ ജൂതന്മാർ അസൂയാലുക്കളാണെന്നും അവർ പിശുക്കന്മാരാണെന്നും അവരെ അള്ളാഹു കാലാകാലത്തേക്കായിട്ട് ശപിച്ചിരിക്കുകയാണെന്നും ഒക്കെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായുള്ള വാക്യം തന്നെയാണ് അടുത്തത് 55-ാമത്തെ വാക്യം. فمنهم من آمن به ومنهم من صد عنه وكفى بجهنم سعيرا. അതിൽ വിശ്വസിച്ച ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്, അതിൽ നിന്ന് പിന്തിരിഞ്ഞ വിഭാഗവും അവരിലുണ്ട്. കത്തിജ്വലിക്കുന്ന നരകാഗ്നി തന്നെ മതി അവർക്ക്. ജൂതന്മാർ അവരുടെ വേദത്തിൻ്റെ പൊട്ടും പൊടിയും മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയതിൽ തന്നെ വിശ്വസിച്ചവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. വിശ്വസിക്കാത്തവർക്ക് കത്തിജ്വലിക്കുന്ന നരകാഗ്നി എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയാണ്. ഇവിടെ ചില ജൂതന്മാർ മുഹമ്മദിൻ്റെ മദീനയിലെ ചെയ്തികളൊക്കെ കണ്ട് പേടിച്ച് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നു, വളരെ കുറച്ച് ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് മുഹമ്മദിനെ അംഗീകരിക്കാനും മുഹമ്മദിൽ വിശ്വസിക്കാനും തയ്യാറാവാത്ത മഹാഭൂരിപക്ഷം വരുന്ന ജൂതരെയും അവരുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും ഒക്കെ ഇതുപോലെ നരകത്തിലെ വിറക് എന്നും അള്ളാഹു ശപിച്ചവർ എന്നും നികൃഷ്ട ജീവികളെന്നും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുട്ടിലെ തേങ്ങ പോലെ ഈ നരകത്തിലെ തീയും സ്വർഗത്തിലെ ഹൂറിയും ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ എന്ന് പറയുകയാണ് മുഹമ്മദിൻ്റെ അള്ളാഹുവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചമുണ്ടാക്കിയ ഒരു ദൈവത്തിന് താനാണ് ശരിയായ ദൈവമെന്ന് തൻ്റെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ കള്ളും പെണ്ണും കാട്ടി ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയും അടുപ്പ് കാട്ടി ഇങ്ങനെ പേടിപ്പിക്കുകയും ചെയ്യേണ്ട ദുരവസ്ഥ ഉണ്ടാകുമോ എന്നൊക്കെ സാമാന്യ യുക്തിക്ക് ചിന്തിക്കാവുന്ന ദൃഷ്ടാന്തമാണ്. അടുത്ത വാക്യം. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. 56. തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. അള്ളാഹു ഇങ്ങനെ നരകത്തിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തോലിങ്ങിട്ട് കരിയുമ്പോൾ അടുത്ത തോലിങ്ങിട്ട് വെച്ച് പിടിപ്പിക്കും. എന്നിട്ട് അടുത്ത തോല് പൊള്ളിയിട്ട് അവരിങ്ങനെ അവിടെ കിടന്ന് നരകിച്ച് വേദനിക്കുന്നത് കാണുമ്പോൾ അള്ളാഹുവിന് ഭയങ്കര സന്തോഷമാണ്. അള്ളാഹു അവിടെ ആർത്ത് വിളിച്ചിട്ട് പറയാണ്, അള്ളാഹു മഹാപ്രതാപവാനും യുക്തിമാനുമാണ് എന്ന്. പറയേണ്ടത് അള്ളാഹു മഹാ തെമ്മാടിയും കൊടും ക്രൂരനായ മനോരോഗിയുമാണ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഈ പറഞ്ഞത് ജൂത നേതാവായിരുന്ന കഅബ് ബിൻ അഷ്റഫിനെ കുറിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ നരകവും നിത്യനരകവും തൊലി മാറ്റിവെക്കൽ അവിടെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ കഅബ് ബിൻ അഷ്റഫിനെ അയാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നില്ലേ? പക്ഷേ മുഹമ്മദ് ചെയ്തതെന്താണ്? കൊട്ടേഷൻ സംഘത്തെ വിട്ട് ചതിയിൽ ആ മനുഷ്യനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ചതിയിൽ മുഹമ്മദ് കൊലപ്പെടുത്താൻ പോകുന്ന മനുഷ്യനെക്കുറിച്ചാണ് അയാൾക്ക് നിത്യനരകം, അയാളുടെ തൊലി മാറ്റിക്കൊണ്ടിരിക്കും, കാലാകാലം അയാൾ അടുപ്പിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നത്. ഈ കഅബ് ബിൻ അഷ്റഫിനോട് ഇത്രയേറെ വൈരാഗ്യം വരാനുള്ള കാരണം മുഹമ്മദിൻ്റെ എല്ലാ ഉഡായിപ്പുകളും കാര്യകാരണ സഹിതം പൊളിച്ചു കാണിക്കുകയും മുഹമ്മദിൽ വിശ്വസിച്ച ആളുകളെപ്പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടായിരുന്നു പണ്ഡിതനും നേതാവുമായിരുന്ന കഅബ് ബിൻ അഷ്റഫിന്. അതുകൊണ്ടാണ് അയാളോട് ഇത്രയധികം വൈരാഗ്യം വെച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ അള്ളാഹുവും ഭീഷണി മുഴക്കിയതും അവസാനം അയാളെ ചതിച്ചു കൊന്നത്. ഇവിടെ എത്രയും ഗുരുതരമായ തിന്മ മനുഷ്യൻ ചെയ്യാൻ പോകുന്ന, ഒരിക്കലും മാപ്പില്ലാത്ത നിത്യനരകം ശിക്ഷയായി ലഭിക്കുന്ന ഏറ്റവും വലിയ തിന്മയായിട്ട് എന്താണ് അവതരിപ്പിക്കുന്നത്? മനുഷ്യരോട് ചെയ്യുന്ന മഹാപാതകങ്ങളും തിന്മകളൊന്നുമല്ല, വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് തിന്മ. ഇത് ആമാനി മൗലവി ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതിയതാണ് ഈ കാണുന്നത്. യഹൂദികൾക്ക് വല്ല ആധിപത്യവും ലഭിച്ചാൽ തന്നെയും അവർ മനുഷ്യർക്ക് ഒന്നും കൊടുക്കുകയില്ലെന്ന് അള്ളാഹു പ്രസ്താവിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ വൻകോയ്മകളുടെ രക്ഷാകർതൃത്വത്തിന് കീഴിൽ ഈ അടുത്ത കാലത്ത് ഒരു ഇസ്രായേൽ രാഷ്ട്രം പലസ്തീനിൽ നിലവിൽ വന്നിട്ടുണ്ടല്ലോ. സ്വാർത്ഥ താൽപ്പര്യം, വർഗീയ പക്ഷപാതം, മുസ്ലിങ്ങളോടുള്ള ശത്രുത,
എന്തു അക്രമം നടത്തിയും സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള വ്യഗ്രത ആദിയായ വിഷയങ്ങളിൽ കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ആ രാഷ്ട്രം. എന്നാൽ ഏത് ധിക്കാരികളെയും അവരുടെ പേക്കൂത്തിൽ വിഹരിക്കുവാൻ കുറച്ചു കാലം അള്ളാഹു വിട്ടുകൊടുത്തെന്നു വരും. അവസാനം അവരെ ഒതുക്കുവാൻ മതിയായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതേ കത്തിജ്വലിക്കുന്ന നരകം. ഏത് കെങ്കേമന്മാരെയും ഒതുക്കുവാൻ അത് മതി. ഇവിടെ ജൂതന്മാരെ അവരുടെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് അള്ളി റസൂലും പറഞ്ഞതിൻ്റെ പുറമെ അമാനി മൗലവി വക കുറച്ചും കൂടെ ചീത്ത വിളിക്കുകയാണ്. കുറച്ച് കാലം അവരങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞു. കുറച്ച് കാലം എന്ന് പറഞ്ഞപ്പോൾ നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞു പോയി എന്ന് മാത്രമല്ല, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നുവെന്നും അവർക്ക് നാശമെന്നും അവർക്കൊരു ഗുണം പിടിക്കില്ല എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ ഖുർആൻ ശപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗുണം പിടിച്ച ഒരു ജനതയായിട്ട് യഹൂദർ മാറിയിട്ടുണ്ട്. വലിയ ഹോളോകോസ്റ്റിനെയൊക്കെ നേരിട്ടിട്ടാണെങ്കിലും ലോകത്ത് സാമ്പത്തിക രംഗത്തും ശാസ്ത്രരംഗത്തും വിജ്ഞാന രംഗത്തും കാർഷിക രംഗത്തും ഒക്കെ സാങ്കേതിക രംഗത്തും ഒക്കെ അവർ ലോകത്തൊരു വൻ ശക്തിയായി മുന്നിട്ട് നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ രാജ്യക്കാർ അറബ് രാജ്യങ്ങളെല്ലാവരും ചുറ്റും വളഞ്ഞു നിന്ന് പലതവണ ആക്രമിച്ചിട്ടും ആ ആക്രമണങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് അവർ തല ഉയർത്തി നിൽക്കുന്നു. അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചതുകൊണ്ട് അവരും ഭീകര സ്വഭാവം ആർജിക്കുകയും അവർ തിരിച്ച് നല്ലപോലെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഇസ്രായേലും പാലസ്തീനും തമ്മിലും ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു തീരാത്ത സംഘർഷമായിട്ടും ഒരു ദുരന്തമായിട്ടും മാറിയത്. അതിൽ ഇസ്രായേലിന് മാത്രമല്ല പങ്കുള്ളത്, സമാനമായ അത്രയും തന്നെ പങ്ക് ഇപ്പുറത്ത് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് അവരെ ആക്രമിക്കാൻ പോയ അറബ് രാജ്യങ്ങൾക്കും ഉണ്ട്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച കഴിഞ്ഞ കാര്യമാണ്. അതിനൊക്കെയാണ് ഇവിടെ അള്ളാഹു കാത്തിരിക്കുകയാണ്, അവരെ അള്ളാഹു നരകത്തിലിടും എന്നൊക്കെ പറഞ്ഞിട്ട് അമാനി മൗലവി ഇസ്രായേലിനെ പേടിപ്പിക്കുന്നത്. യഹൂദികൾ എന്നല്ല, അള്ളാഹുവിൻ്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയത്രയേ നരകം. ശിക്ഷ പുതുക്കിക്കൊണ്ടിരിക്കുവാനും വേദനയും യാതനയും വർദ്ധിച്ചു കൊണ്ടിരിക്കുവാനും വേണ്ടി അവരുടെ തൊലികൾ അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കും. നരകാഗ്നിയുടെ ഉഗ്രത എത്രമേൽ കഠിനമാണെങ്കിലും അതുമൂലം അതിലെ ആളുകൾ മരണപ്പെട്ടു പോവുകയില്ല. എന്നാൽ വല്ലപ്പോഴും ഒരാശ്വാസം ലഭിച്ചു അല്പനേരമെങ്കിലും സ്വൈരജീവിതം കൊള്ളുവാൻ അവർക്ക് സാധിക്കുമോ? അതും ഇല്ല. ലാ യമൂത്തു ഫീഹ വലാ യഹ്യീ. നമ്മുടെ അഗ്നിയേക്കാൾ എത്രയോ മടങ്ങ് ഉഷ്ണമേറിയതാണ് നരകാഗ്നി. എന്നിട്ട് പോലും ശരീരം മുഴുവൻ വെന്തുരുകി നശിക്കാതെ തൊലികൾ വെന്തുരുകി പോവുകയോ? എന്തുകൊണ്ട് തൊലികൾ മാത്രം മാറ്റപ്പെടുന്നു? ഇതിനൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനറിയാം. നമ്മുടെ വിഭാവനകൾക്കും നമ്മുടെ അറിവിനും അതീതമാണ് സ്വർഗനരകങ്ങളിലെ സ്ഥിതിഗതികൾ. പരലോക കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ. ഇത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിശ്വാസികളുടെ സ്ഥിതി അതായിരിക്കുമെങ്കിൽ സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ സ്ഥിതി നേരെ മറിച്ചായിരിക്കുമെന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ അള്ളാഹു ഇത്രയും ഭീകരമായ നിത്യനരക ശിക്ഷ കൊടുത്ത് മനുഷ്യരെ കൊടും പീഡനത്തിനിരയാക്കുന്നത് എന്ത് തെറ്റിൻ്റെ പേരിലാണ്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിലാണ്. എന്താണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ? അതാണിപ്പോൾ നമ്മൾ ഈ ഖുർആൻ ക്ലാസ് പരമ്പരയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലെ പൊട്ടത്തരങ്ങളല്ലാതെ അള്ളാഹു ഒരു ദൃഷ്ടാന്തവും ഈ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അള്ളാഹു തന്നെ ഒരു പൊട്ടത്തരമാണ് എന്ന് ഈ ഖുർആൻ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമായി തെളിവ് നൽകുന്നുമുണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് കള്ളും പെണ്ണും നിത്യസ്വർഗം. നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ നിത്യനരകത്തിൽ കിടന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, തൊലി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക എന്നതും വിശ്വസിക്കാതിരിക്കുക എന്നതും എങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാവുന്നത്? നിങ്ങൾക്ക് ഒരു കാര്യം വിശ്വസിക്കാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കത്തി ചൂണ്ടിയിട്ടോ തോക്ക് ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞിട്ടോ ഗുണ്ടായിസം കാണിച്ചിട്ടോ നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജീവന് വേണ്ടി നിങ്ങൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നുണ പറഞ്ഞേക്കാം എന്നല്ലാതെ വിശ്വാസം എന്നത് നമ്മുടെ ഉള്ളിൽ സഹജമായി വന്നു ചേരേണ്ട ഒരു ബോധ്യമല്ലേ കൂട്ടരെ? ഞാനൊരു ചുവന്ന തുണി കാണിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ നിറം കറുപ്പാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പം കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞാൽ ഈ തുണി കറുപ്പാവുമോ? ചുവന്ന തുണി കറുപ്പാവുമോ? ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുത്തുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കറുപ്പ് തന്നെയാണ് എന്ന് നുണ പറയാനേ പറ്റുള്ളൂ. ഇത് കറുപ്പല്ല, ഇത് ചുവപ്പാണ് എന്നത് നിങ്ങളുടെ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങളത് കറുപ്പാണ് എന്ന മറ്റൊരു ബോധ്യം സ്ഥാപിക്കണമെങ്കിൽ നിങ്ങളുടെ ബോധ്യം മാറ്റാനുള്ള മരുന്ന് നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങൾ കാണിക്കുന്ന സാധനം കറുപ്പാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കറുപ്പാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ, ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ ബോധ്യപ്പെട്ടാൽ പിന്നെ നിങ്ങളത് കറുപ്പാണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. അതൊരു അറിവായിട്ട് സ്വീകരിച്ചാൽ മതി, അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചാൽ മതി.
ഇവിടെ വിശ്വസിക്കാത്തതിനെയാണ് ഈ മാതിരി ഭീഷണി മുഴക്കിക്കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുതന്നെ മതി ഈ പറയുന്ന കഥകൾ മുഴുവൻ വെറും മണ്ടത്തരമാണെന്നും അയുക്തികമാണ് എന്നതിൻ്റെയും ഏറ്റവും വലിയ തെളിവ്. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ, മനുഷ്യരെ മുഴുവൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ദൈവത്തിന് ആ ദൈവമാണ് ശരിയായ ദൈവമെന്നും അയാൾക്ക് ആരാധന ആവശ്യമുണ്ട് എന്നും അയാൾ ഒരാളേ ഉള്ളൂ എന്നും വേറെ ദൈവങ്ങൾ വ്യാജന്മാരാണ് എന്നും ഈ സൃഷ്ടികളായ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ അവരെ തീ കാട്ടി ഭീഷണിപ്പെടുത്തുകയും കള്ളും പെണ്ണും കാട്ടി പ്രലോഭിപ്പിക്കുകയും ചെയ്യേണ്ട വല്ല ഗതികേടും വരും ഒരു ദൈവത്തിന്. ഇത് തന്നെ പോരെ ദൃഷ്ടാന്തമായിട്ട് ഈ പറയുന്നതൊക്കെ മണ്ടത്തരങ്ങളാണ് എന്ന്. ഇതിനകത്ത് നിന്നിട്ട് ഈ തൊലി മാറ്റി വെക്കുന്നതിൻ്റെ ഒന്നും യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല, അള്ളാഹ്ക്കേ അറിയുള്ളൂ, അള്ളാഹ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്കറിയാം ഇതൊക്കെ എന്താണെന്നുള്ളത്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള വരണ്ട വൈകൃതങ്ങളാണ് ഇവിടെ സ്വർഗമായിട്ടും നരകമായിട്ടും ഒക്കെ വെളിപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മണ്ടത്തരങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ജീർണതകളും ഒരു മനുഷ്യൻ്റെ വരണ്ട മനസ്സിലെ ചിന്താശൂന്യമായ വികൃത ഭാവനകളും മാത്രമാണ് എന്ന് കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനം ലവലേശം ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവും. അതുതന്നെയാണ് ഇതൊക്കെ മണ്ടത്തരമാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തം. ഈ ജാതി മണ്ടത്തരങ്ങളൊക്കെ ഒരു ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് ദൈവം ഇപ്പോഴും ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് ഒന്നും മിണ്ടാതെ ഒളിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ദൈവം മിഥ്യയാണ് എന്ന നിഗമനത്തിലെത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് 57. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. വിശ്വസിക്കുകയും സൽപ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാകട്ടെ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ടായിരിക്കും. സ്ഥിരവും ഇടതൂർന്നതുമായ തണലിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് വിശ്വസിക്കാൻ തയ്യാറായി വന്നവർക്ക് പ്രലോഭനമായിട്ടും പ്രതിഫലമായിട്ടും അവതരിപ്പിക്കുന്നത്. മറ്റേതിൻ്റെ നേരെ വിപരീത മണ്ടത്തരം. ഇവിടെ തണലുണ്ടാകും എന്നൊക്കെ ആണ് പറയുന്നത്. പരിശുദ്ധകളായ പെണ്ണുങ്ങളുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മനുഷ്യരാശിയെ മൊത്തം സംബോധന ചെയ്തുകൊണ്ടാണോ ഇത് പറയുന്നത്? അതോ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാട്ടറബികളായ പുരുഷന്മാരെ ഉദ്ദേശിച്ചാണോ ഈ പറയുന്നത്? മരുഭൂമിയിലൂടെ ജീവിച്ചിരുന്ന ഈ കാട്ടറബികൾക്ക് തണൽ, മരം എന്നൊക്കെ കേട്ടാൽ അവർക്ക് കുളിരുണ്ടാവും. ഈ സ്വർഗം കൊണ്ട് നിങ്ങൾ യൂറോപ്പിലോ അല്ലെങ്കിൽ സ്കാൻഡിനേവിയയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഒക്കെ ഒന്ന് പോയി നോക്ക്. അവർ നിങ്ങളെ ചൂലെടുത്ത് ഓടിക്കും. ഈ ജാതി സ്വർഗം കൊണ്ടാണ് അവിടെ വരുന്നതെന്ന് ചോദിച്ചിട്ട്. മനുഷ്യന് കൊല്ലത്തിലാകെ 1-2 മാസമാണ് ഇച്ചിരി വെയിൽ കിട്ടുക. ആ വെയിൽ പോലും ഉണ്ടാവില്ല. അവിടെ ഒന്നര തണല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനൻ്റെ സ്വർഗം കൊണ്ട് പോടാന്ന് പറയും അവർ. യൂറോപ്പിലും കാനഡയിലും സ്കാൻഡിനേവിയയിലൊക്കെ പോയിട്ട് നമ്മൾ ഈ തണലിൻ്റെ പോരിശ പറഞ്ഞാൽ. അപ്പോൾ അള്ളാൻ്റെ സ്വർഗം ആ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കാട്ടറബികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്വർഗ്ഗമാണ്. കാരണം അള്ളാഹ് കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അള്ളാഹ്ക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെയുള്ള മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. ഇവിടുത്തെ ഭൂപ്രകൃതികൾ എങ്ങനെയൊക്കെയാണെന്നറിയില്ല. ഇവിടുത്തെ കാലാവസ്ഥകൾ എങ്ങനെയൊക്കെയാണെന്നറിയില്ല. ഒരു ഇച്ചിരി വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാൻറ്റും തുണിയൊക്കെ കീറി പൊളിച്ച് നടക്കുന്നത് യൂറോപ്യന്മാർ. ഒരു ഇച്ചിരി വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കോവളത്തും ഇവിടെയൊക്കെ വന്നിട്ട് തുണി അയച്ചിട്ട് കിടക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി പോലും കിട്ടാതെ, ആവശ്യത്തിന് വെയിലും ചൂടും കിട്ടാതെയാണ് അവർ ആ കൊടും തണുപ്പിൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരുള്ളത്. അവരോട് പോയിട്ട് നിങ്ങൾക്ക് തണലുണ്ടാകും, നിങ്ങൾക്ക് അരുവി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അവർ ചൂലെടുത്ത് ഓടിക്കും. സ്വർഗത്തിലെ പരിശുദ്ധകളായ പവിത്രകളായ പെണ്ണുങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളാണ് ഇനി അമാനി മൗലവി എഴുതി വച്ചിട്ടുള്ളത്. ആകൃതിയിലോ പ്രകൃതിയിലോ സ്വഭാവത്തിലോ ഉണ്ടാകുന്ന എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാത്തരം മ്ലേച്ഛതകളിൽ നിന്നും, മാലിന്യങ്ങളിൽ നിന്നും പരിശുദ്ധരായവർ എന്നാണ് അസ്വാജുൻ മുതഹറത്തുൻ, ശുദ്ധമാക്കപ്പെട്ട ഇണകൾ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ താൽപ്പര്യം. ലീലാ ലലീല എന്ന വാക്കിന് തണലായ തണൽ, തണലേകുന്ന തണൽ എന്നൊക്കെ വാക്കർത്ഥം പറയാം. നിത്യനിബിഡവും ഉഷ്ണത്തിൻ്റെയോ തണുപ്പിൻ്റെയോ ശല്യമേൽക്കാത്തതുമായ സുഖകരമായ തണലായിരിക്കും എപ്പോഴും സ്വർഗത്തിലുണ്ടാവുക എന്ന് സാരം. ഇനി മറ്റു ചില ഖുർആൻ വാക്യങ്ങളും ഹദീസുകളൊക്കെ ഉദ്ധരിക്കുകയാണ്. അതിൽ വെയിലോ കൊടും തണുപ്പോ അവർ കാണുകയില്ല. അതിലെ തണലുകൾ അഥവാ മരക്കൊമ്പുകൾ അവർക്ക് മീതെ താണു നിന്നുകൊണ്ടിരിക്കും. 76:13-14. അതിലെ തീറ്റ നിത്യമായതായിരിക്കുന്നു, അതിലെ തണലും. 13:35. നബി പറയുന്നു, സ്വർഗത്തിലുണ്ട് ഒരു വൃക്ഷം,
അതിൻ്റെ തണലിൽ ഒരു വാഹനക്കാരൻ 100 കൊല്ലം സഞ്ചരിച്ചാലും അവനത് മുറിച്ചു കടന്നു പോവുകയില്ല. 100 കൊല്ലം സഞ്ചരിച്ചാലും തീരാത്ത തണലുള്ള മരമൊക്കെയാണ് സ്വർഗത്തിലുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്യന്മാരും കാനഡക്കാരും സ്കാൻഡിനേവിയക്കാരും ഒന്നും ആ സ്വർഗം തിരിഞ്ഞു നോക്കൂല, ആ സ്വർഗങ്ങളുടെ ബൈക്ക് പോകില്ല. കാരണം അവർ തണലിന് വേണ്ടിയിട്ടല്ല ദാഹിക്കുന്നത്, ഇച്ചിരി വെയിലിന് വേണ്ടിയിട്ടും ചൂടിന് വേണ്ടിയിട്ടുമാണ്. മരുഭൂമിയിലെ കാട്ടറബികളോട് പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെ നല്ല കുളിരുള്ള വിഭവങ്ങളായിരിക്കും. ഇനി ഈ പറയുന്ന സ്വർഗം നിത്യമാണോ അതോ അനശ്വരമാണോ നശ്വരമാണോ എന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് എന്ന് റാസി പറയുന്നുണ്ട്. ഇമാം റാസി പറയുന്നു, താഴ്ഭാഗത്തിലൂടെ നദികളൊഴുകുന്ന സ്വർഗം കുലൂദും തഅ്ബീദും കൊണ്ട് അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചു. കുലൂദ് ദീർഘകാലം, തഅ്ബീദ് എന്നെന്നും. ഇതിൽ ജഹ്മുബിന് സഫ്വാന് എതിരഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നത് സ്വർഗവും നരകവും ഏതോ ഒരു നാളിൽ നിലച്ചു പോകും എന്നാണ്. അപ്പോൾ ആ ചങ്ങാതിക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് ബോറല്ലേ എന്നുള്ളത്. കാലാകാലം ഇങ്ങനെ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ഒരു സ്ഥലത്ത് പാർക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ബോറ് വേറല്ല, അതുകൊണ്ട് കുറച്ചാലൊക്കെ കഴിഞ്ഞാൽ നിർത്തിക്കോളും എന്ന് വിചാരിച്ചിട്ടാവും അയാൾ ഇത് നശ്വരമാണ്, കുറച്ചാലേ ഉണ്ടാവുള്ളൂ എന്ന് വ്യാഖ്യാനിച്ചത്. അയാൾക്ക് കുറച്ചുകൂടെ അള്ളാഹിനെക്കാളും കുറച്ചുകൂടെ അന്തണ്ട് എന്നർത്ഥം. ഇനി പെണ്ണുങ്ങളെപ്പറ്റി റാസി പറയുന്നത്, അവർക്കവിടെ പരിശുദ്ധകളായ ഇണകളുണ്ടായിരിക്കും, അഥവാ ആർത്തവം, പ്രസവരക്തം എന്നിവയിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അവർ പരിശുദ്ധരായിരിക്കും. ഇതേ വാക്യം സൂറത്തുൽ ബഖറയിലും വന്നിട്ടുണ്ട്. ളില്ലൻ ദലീലൻ അഥവാ നിത്യമായ തണൽ. അറബികൾക്ക് തണൽ അത്യധികം ഇഷ്ടമുള്ളതാണ്. വിശ്രമത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം തണലാണ്. അതുകൊണ്ട് റാഹ, ആശ്വാസം എന്നതിന് അവർ തണൽ എന്ന് പറയാറുണ്ട്. അറബികളുടെ കാര്യമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അറബികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നർത്ഥം. ഹുറികളുടെ പരിശുദ്ധി, അവർക്ക് ആർത്തവം ഉണ്ടാവില്ല, അതുപോലെയുള്ള ഏർപ്പാടൊന്നും ഉണ്ടാവില്ല, പ്രസവമൊന്നും ഉണ്ടാവില്ല, കക്കൂസ് പോവുക മൂത്രമൊഴിക്കുക എന്നുള്ളതൊന്നും അറിയില്ല. ഇതൊന്നും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ ചൈനയിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ ഈ സ്വർഗത്തിൽ ഈ സെക്സൊക്കെ? ഈ സെക്സ് എന്ന് പറയുന്നത് ഉയർന്ന തരം ജന്തുക്കളും ജീവികളും ഒക്കെ ആണും പെണ്ണുമായിട്ട് ജനിച്ചിട്ടുള്ളത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. ഈ സ്വർഗത്തിൽ പ്രത്യുൽപാദനം ആവശ്യമില്ലല്ലോ. സ്വർഗത്തിൽ ആവശ്യമുള്ളവരൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രത്യുൽപാദനത്തിൻ്റെ ആവശ്യമില്ല. പ്രത്യുൽപാദനം വേണ്ടാത്ത സ്വർഗത്തിൽ പിന്നെ ഈ സെക്സിനുള്ള ഏർപ്പാടും അവിടെ പിന്നെ ഈ ആർത്തവവും പ്രസവവും ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ പിന്നെ എന്തിനാണ്? മനുഷ്യർ സെക്സിലേർപ്പെടുന്നത്, ജന്തുക്കൾ സെക്സിലേർപ്പെടുന്നത് പ്രത്യുൽപാദനം നടത്താനാണ്, കുട്ടികളുണ്ടാവാനാണ്. സ്വർഗത്തിൽ ആ പരിപാടിയൊന്നും നടക്കില്ല എങ്കിൽ പിന്നെ ഈ സെക്സിനുള്ള ഏർപ്പാട് എന്തിനാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഒരു കാട്ടറബിക്ക്, അതും ലൈംഗികതയിൽ അമിതാസക്തി ഉണ്ടായിരുന്ന ഒരു കാട്ടറബിയായ ഒരു മനുഷ്യനെ അയാളുടെ വരണ്ട ഭാവനയിൽ അയാൾക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അതെല്ലാം അയാളുടെ വെളിപാട് പുസ്തകത്തിൽ വിളമ്പി വെച്ച് ദൈവം എന്ന സങ്കല്പത്തെ അവഹേളിച്ചു. ഇത്രയും വലിയ അപമാനവും നാണക്കേടും ഒക്കെ ഒരു ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടും ദൈവം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ്. ഇനി ജൂതന്മാരെ കുറ്റം പറച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി വേറെ ചില വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. 58-ാമത്തെ വാക്യം, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അനാമത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തുവിട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. എത്രയോ നല്ല ഉപദേശമാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു അള്ളാഹു. ഇവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ച അനാമത്ത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് എന്താണ് എന്നറിയണമെങ്കിൽ, ഈ വാക്യം എന്തിനു വേണ്ടി പറഞ്ഞതാണ് എന്നറിയണമെങ്കിൽ ഇതിൻ്റെ സബബുൻ നുസൂൽ തിരഞ്ഞു നോക്കണം. അപ്പോൾ സബബുൻ നുസൂൽ കിട്ടിയപ്പോഴാണ് ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. പക്ഷേ ആ സബബുൻ നുസൂലിനനുസരിച്ചല്ല പിന്നീട് ഈ വാക്യത്തിന് മുഫസ്സിറുകൾ വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അവരിത് ഒരു പൊതുകാര്യമാക്കി അവതരിപ്പിച്ചുകൊണ്ട് കുറേ കാട് കയറി വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സബബുൻ നുസൂൽ? നമുക്ക് നോക്കാം. ഈ വാക്യം അവതരിച്ചതിൻ്റെ സന്ദർഭമായിട്ട് വാഹിദിയിൽ തഫ്സീറിൽ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഏകദേശ പരിഭാഷ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശ ചുരുക്കം ഇമാം റാസിയുടെ തഫ്സീറിൽ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് വായിക്കാം, ഇത് കാണിക്കാം.
നബി മക്ക വിജയ ദിവസം മക്കയിൽ പ്രവേശിച്ചപ്പോൾ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ബിൻ തൽഹ കഅബ പൂട്ടി താക്കോലുമായി പോയി. താക്കോൽ നബിക്ക് കൊടുക്കാൻ ത്വൽഹ വിസമ്മതിച്ചു. ത്വൽഹ പറഞ്ഞു, അദ്ദേഹം പ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു. എന്നാൽ അലി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും താക്കോൽ കൈവശപ്പെടുത്തുകയും കഅബ തുറക്കുകയും നബി കഅബയുടെ ഉള്ളിൽ പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. പുറത്തു വന്നപ്പോൾ താക്കോൽ തന്നെ ഏൽപ്പിക്കണമെന്നും കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നതിനുള്ള അധികാരവും ജലം നൽകുന്നതിനുള്ള അധികാരവും അവകാശവും കൂടി തനിക്ക് നൽകണമെന്നും ഉസ്മാൻ ബിൻ ത്വൽഹ അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് ഈ വാക്യം അവതരിച്ചത്. താക്കോൽ ഉസ്മാൻ ബിൻ ത്വൽഹയ്ക്ക് തന്നെ കൊടുത്ത് ക്ഷമാപണം നടത്തുന്നതിന് നബി അലിയോട് ആവശ്യപ്പെട്ടു. ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കി ഇപ്പോൾ ക്ഷമാപണം നടത്തുകയാണോ എന്ന് ഉസ്മാൻ ചോദിച്ചപ്പോൾ താങ്കളുടെ അവകാശം ശരിവെച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ചു എന്ന് അലി പറയുകയും ഈ വചനം ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു. ഉടനെ ഉസ്മാൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. കഅബയുടെ താക്കോൽ സൂക്ഷിക്കുവാനുള്ള അവകാശം ഇന്നു മുതൽ എക്കാലവും ഉസ്മാൻ്റെ സന്താന പരമ്പരയ്ക്ക് വകവെച്ചു കൊടുക്കണമെന്ന സന്ദേശവുമായി ജിബ്രീൽ ഇറങ്ങുകയും നബി ആ കൽപ്പന നടപ്പിൽ വരുത്തുകയും ചെയ്തു. നബി ഉസ്മാനോട് പറഞ്ഞു, ഈ താക്കോൽ താങ്കൾ പിടിച്ചുകൊള്ളുക, അക്രമിയല്ലാതെ ആരും ഇത് താങ്കളുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തുകയില്ല. ഉസ്മാൻ മദീനയിലേക്ക് പോയപ്പോൾ തൻ്റെ സഹോദരൻ ഷെയ്ബയെ താക്കോലേൽപ്പിച്ചു. ഇന്നും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയുടെ കൈവശമാണ് കഅബയുടെ താക്കോൽ. ഇതാണ് ഇമാം റാസിയിൽ അതിൻ്റെ ചുരുക്കമായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വാഹിദിയുടെ തഫ്സീറിൽ അങ്ങനെയൊന്നുമല്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഉസ്മാൻ ബിൻ തൽഹ എന്ന് പറയുന്ന ആൾ, നമ്മളെ മറ്റേ ഉസ്മാൻ അല്ല, ഇത് വേറെ ഉസ്മാനാണ്. അയാൾ മക്ക മുഹമ്മദ് കീഴടക്കുന്ന സമയത്ത് ഈ കഅബയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ആളും അതിൻ്റെ താക്കോൽ കൈവശം വെച്ചിരുന്ന ആളുമാണ്. അയാൾ മുഹമ്മദും കൂട്ടരും ഈ മക്ക കീഴടക്കിയ സമയത്ത് കഅബ പൂട്ടിയിട്ട് അതിൻ്റെ താക്കോലും കൊണ്ട് കഅബയുടെ മുകളിൽ കയറി നിന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇമാം റാസി അതും കൊണ്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. കഅബയുടെ മുകളിൽ പോയി നിന്നു. അപ്പോൾ അതിനോട് താക്കോൽ ചോദിച്ചു. താക്കോൽ ചോദിച്ചപ്പോൾ മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞ് അയാൾ താക്കോലും പിടിച്ച് അവിടെ നിന്നു. അതിൽ അലി അവിടെ കയറിപ്പോയിട്ട് അയാളുടെ കൈ പിടിച്ച് ഒടിച്ചിട്ട് തട്ടിപ്പറിച്ച താക്കോൽ കൈക്കലാക്കി. എന്നിട്ട് നബിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. നബി താക്കോൽ കൊണ്ട് കഅബ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചു. അങ്ങനെ കഅബ നബിയുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഈ സമയത്ത് അയാൾ ഏതായാലും ഈ താക്കോലും കൊണ്ട് കഅബയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴും അയാൾ മുഹമ്മദിന് കീഴടങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. കാരണം മക്ക മൊത്തം കീഴടക്കി, എല്ലാവരും കീഴടങ്ങി. ആ സ്ഥിതിക്കിനി കീഴടങ്ങല്ലാതെ നിവൃത്തിയില്ല എന്ന ഒരു ഘട്ടത്തിൽ അയാൾ ആ താക്കോൽ കിട്ടാൻ വേണ്ടിയിട്ട്, അയാളുടെ കുടുംബത്തിൻ്റെ ആ ഒരു അവകാശം അയാൾക്ക് കിട്ടാൻ വേണ്ടി അയാൾ അവിടെ കളിച്ചൊരു നാടകമാണിത്. അതിനനുസരിച്ച് മുഹമ്മദ് മറ്റൊരു നാടകവും അവതരിപ്പിച്ചു. മുഹമ്മദ് ഇവിടെ വളരെ തന്ത്രപൂർവം ഈ വിഷയത്തെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഖുർആൻ വെളിപാടിലൂടെ നമ്മൾ കാണുന്നത്. കാരണം അവിടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അയാൾക്ക് ആ അവകാശം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വലിയ കുടുംബത്തിന് പിന്നീട് മുഹമ്മദിന് കീഴടങ്ങി മുഹമ്മദിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കുക വഴി മുഹമ്മദിന് വലിയൊരു ബുദ്ധിമുട്ടും ഭാരവും ഒഴിവായി കിട്ടും. കാരണം മുഹമ്മദിന് ഈ മക്കയിൽ തുടർന്ന് ജീവിക്കാൻ ഉദ്ദേശമൊന്നുമില്ല. മുഹമ്മദ് പിന്നെയും നാട് പിടിച്ചെടുക്കാനും കൊള്ള ചെയ്യാനും പോവുകയാണ്. അപ്പോൾ ഈ മക്കയിലെ കഅബയുടെ കാര്യമൊക്കെ അത് നോക്കി നടത്തി പരിചയമുള്ള ആ കുടുംബത്തിൻ്റെ കയ്യിൽ, അതിന് അവകാശമുള്ള കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ മുസ്ലിങ്ങളായി മുഹമ്മദിന് കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കാര്യങ്ങൾ മര്യാദക്ക് നടന്നു പോവുകയും ചെയ്യും. അതേ സമയത്ത് ഈ താക്കോല് അലി അബ്ബാസിന് കൊടുത്തു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അബ്ബാസിന് കൊടുത്തപ്പോഴേ മുഹമ്മദ് അബ്ബാസിൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിയിട്ട് അലിയോട് തിരിച്ച് ഈ ഉസ്മാന് തന്നെ കൊടുക്കാൻ പറയുന്നത്. കാരണം അത് അബ്ബാസ് കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം, അത് അബ്ബാസിന് ആ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവർ, അബൂബക്കർ, ഉസ്മാനും ഉമറും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്, അവർ കൂടെ അതിൻ്റെ അവകാശത്തിന് വേണ്ടി അവിടെ അടികൂടും. അപ്പോൾ കൂടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ അടിക്കാനുള്ള സാഹചര്യം കൂടെ അവിടെ ഉള്ളത് കൊണ്ടാണ് മുഹമ്മദ് വളരെ തന്ത്രപൂർവം ആ താക്കോല് അലിയുടെ കൈ കൊടുത്തിട്ട് നീ അത് അവന് തന്നെ തിരിച്ചു കൊടുത്താളാ, അതിൻ്റെ അവകാശികളായിട്ട് അവർ തന്നെ നിന്നോട്ടെ എന്ന തീരുമാനം ഇവിടെ ആയത്തിറക്കി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഖുർആനിൽ പറയുന്ന വാചകം അനാമത്ത് വിശ്വസിച്ചേൽപ്പിച്ച അനാമത്ത് തിരിച്ചു കൊടുക്കണം എന്നാണ്. വിശ്വസിച്ചേൽപ്പിക്കുകയല്ല അവിടെ ചെയ്തിട്ടുള്ളത്, അലി പോയി തട്ടിപ്പറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ
ഈ സന്ദർഭവും ഖുർആനിലെ വാക്യവും തമ്മിൽ നല്ല വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ വിശ്വസിച്ചേൽപ്പിച്ച അനാമത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പൊതു നിയമമാണ് ഇവിടെ പറഞ്ഞത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞു വച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആധുനിക കാലത്തെ മനുഷ്യർക്ക് ജനാധിപത്യത്തിന് യോജിക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. കാരണം ഈ കഅബ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മൊത്തം അവകാശപ്പെട്ട ഒരു പൊതുസ്ഥാപനമാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അവകാശമുള്ള ഒരു പൊതുസ്ഥാപനം എന്ന നിലക്ക് ഈ കഅബ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഒരു പൊതുസ്ഥാപനമാണ്, അല്ലെങ്കിൽ ആ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണം നടത്തുന്ന ഒരു അതോറിറ്റിയുടെ കൈവശമാണ് ഉണ്ടാവേണ്ടത്. അവർ വ്യവസ്ഥാപിതമായൊരു സംവിധാനമാണ് അതിനെ ഏർപ്പെടുത്തേണ്ടത്. അതിന് പകരം പാരമ്പര്യമായിട്ട് അതിൻ്റെ അവകാശം, പണ്ടത്തെ കുടുംബക്ഷേത്രങ്ങളുടെയൊക്കെ അവകാശം പാരമ്പര്യമായിട്ട് ആ കുടുംബങ്ങൾ കൈവശം വെച്ചിരുന്നത് പോലെ ഈ പാരമ്പര്യ അവകാശമായിട്ട് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മുസ്ലിം ലോകത്തിൻ്റെ പൊതു സ്വത്തായ കഅബയുടെ താക്കോല് ഈ ഉസ്മാന് കൊടുക്കുക വഴി മുഹമ്മദ് ചെയ്തത്, മുഹമ്മദിൻ്റെ അള്ളാഹു ചെയ്തത്. അപ്പം മുഹമ്മദ് ആ കാലത്ത് അറേബ്യയിൽ താൻ ഉണ്ടാക്കുന്ന ഒരു ഗോത്രം, തൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു ഗോത്രമുണ്ടാക്കി ആ മക്ക പിടിച്ചെടുത്ത് അതിൻ്റെ എല്ലാ അധികാരങ്ങളും കൈവശം വെക്കുക എന്നതിനപ്പുറത്തേക്ക് മുഹമ്മദിൻ്റെ കാലശേഷം, മുഹമ്മദിൻ്റെ മരണശേഷം ഇത് വലിയൊരു സമുദായമായി മാറുമെന്നോ ആ സമുദായത്തിൻ്റെ ഒരു പൊതു സമ്പത്തായിരിക്കും ഈ കഅബ എന്നോ എന്നും സത്യത്തിൽ മുഹമ്മദിൻ്റെ അള്ളാഹുവും ആലോചിച്ചിട്ടേയില്ല. മുഹമ്മദ് ഈ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദിനെ അനുസരിക്കണമെന്ന കാര്യവും മുഹമ്മദിൻ്റെ മുമ്പിലുള്ള ആ സമകാലികമായിട്ടുള്ള സംഭവങ്ങൾക്കുള്ള പരിഹാരവുമല്ലാതെ മുഹമ്മദിൻ്റെ കാലശേഷം എന്ത് എന്നതിനെക്കുറിച്ച്, ആ കാലശേഷവും ഈ മതം വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറും എന്നതിനെക്കുറിച്ചൊന്നും മുഹമ്മദും അള്ളാഹുവും അന്ന് ചിന്തിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ കഅബ പോലുള്ള സുപ്രധാനമായ ഒരു സ്ഥാപനത്തിൻ്റെ താക്കോല് ഒരിക്കലും ഒരു സ്വകാര്യ വ്യക്തിയെയോ ഒരു സ്വകാര്യ കുടുംബത്തെയോ ഏൽപ്പിക്കുമായിരുന്നില്ല. ഇവിടെ പറയുന്നത് ഇന്നും ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളുടെ അവകാശമായിട്ട് അവരാണ് കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നത് എന്നൊക്കെയാണ്. അതൊക്കെ എത്രത്തോളം വസ്തുതാപരമായി ശരിയാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ശരിയായൊരു നിലപാടല്ല. അതൊക്കെ ഗോത്രകാലത്തെ മനുഷ്യരുടെ നിലപാടുകളാണ്. ഇപ്പോൾ നമ്മുടെ ശബരിമല അമ്പലത്തിലെ തന്ത്രി സ്ഥാനം ഒരു കുടുംബത്തിനാണ് എന്ന് പറയുന്നു. അതുപോലെ ചില ക്ഷേത്രങ്ങളുടെയൊക്കെ തന്ത്രിസ്ഥാനവും അവിടുത്തെ ചില അധികാരങ്ങളും ചില കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതൊക്കെ ആ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയ കാലത്തെ അന്നത്തെ പ്രമാണി കുടുംബങ്ങളുടെയും രാജകുടുംബങ്ങളുടെയൊക്കെ കൈവശം അതിൻ്റെ അധികാരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരത് കൈവശം വെച്ച് പോകുന്നത്. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ മൊത്തം, ഒരു രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെയോ തന്നെ മൊത്തം പൊതുസ്വത്തായിട്ട് കരുതേണ്ട ഒരു വലിയ സ്ഥാപനം, അതിൻ്റെ അധികാരമൊക്കെ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ജനാധിപത്യ കൺസെപ്റ്റ് അനുസരിച്ച് അതൊക്കെ വിഡ്ഢിത്തമാണ്. ആ വിഡ്ഢിത്തമാണ് ഇവിടെ അള്ളാഹു ആയത്തിറക്കിയിട്ട് ചെയ്തത്. പക്ഷേ അന്നത് വിഡ്ഢിത്തമായിരുന്നില്ല. അന്ന് വളരെ കുതന്ത്രശാലിയായ മുഹമ്മദ് തന്ത്രപൂർവ്വം ചെയ്തൊരു പണിയാണ്. അതിൻ്റെ ഉദ്ദേശ്യം മക്കയിലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്മൂത്തായിട്ട് പോകണം എന്ന് മുഹമ്മദ് ആഗ്രഹിച്ചിരുന്നു. കാരണം മുഹമ്മദിന് അധികാരം കിട്ടി. കഅബയും അവിടുത്തെ ക്ഷേത്രവും അവിടുത്തെ മതവും എല്ലാം മുഹമ്മദിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞു. ഇനി ആ സ്ഥാപനങ്ങളൊക്കെ മര്യാദക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ അത് പരിചയിച്ചിട്ടുള്ള ആളുകളും അത് കൈവശം വെച്ചിരുന്ന ആളുകളും തന്നെ അത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മുഹമ്മദിന് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ ഡിപ്ലോമസി മുഹമ്മദ് പല സ്ഥലത്തും പ്രയോഗിച്ചതായിട്ട് നമ്മൾ കാണാം. ഖൈബർ യുദ്ധത്തിൽ അവരുടെ തോട്ടം മുഴുവൻ കൊള്ളയടിച്ചതിന് ശേഷം ആ തോട്ടം സംരക്ഷിക്കാനുള്ള ചുമതല അവരെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് മുഹമ്മദ്. കാരണം മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്കും കൃഷി ചെയ്യാൻ അറിയില്ല. അപ്പോൾ ആ കൃഷിയുടെ ഉത്തരവാദിത്തം അവരെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും, അതിൽ നിന്നുള്ള വരുമാനവും കിട്ടും. എന്നിട്ട് പറഞ്ഞത് പകുതി വരുമാനം നമുക്ക് മുഹമ്മദിന്, ബാക്കി പകുതി വരുമാനം ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന അതിൻ്റെ പഴയ ഉടമസ്ഥർക്ക് എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് അതിൻ്റെ മുഴുവൻ അവകാശവും വാങ്ങിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആ തോട്ടമൊക്കെ നശിച്ചു പോവുകയുള്ളൂ, അവിടുന്ന് ഒരു വരുമാനം കിട്ടില്ല. അപ്പോൾ അവിടെ വരുമാനം കിട്ടുകയും വേണം, ആ ആളുകൾ ആ പണിയെടുക്കുകയും വേണം. അവിടെ ഫ്യൂഡൽ വ്യവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് പകുതി വരുമാനം, 50% വരുമാനം തട്ടിയെടുക്കുന്ന അങ്ങേയറ്റം ക്രൂരമായ ഫ്യൂഡലിസമാണ്, ഫാസിസമാണ് മുഹമ്മദ് നടപ്പിലാക്കിയത്. എന്നിട്ട് അവരെ കൊണ്ട് അവരുടെ തോട്ടത്തിൽ അടിമപ്പണി ചെയ്യിച്ചിട്ട്
അതിൻ്റെ വരുമാനം കൊണ്ടുപോയിട്ട് ാണ് മുഹമ്മദും കൂട്ടരും ചെയ്തത്. അതേ തന്ത്രം തന്നെയാണ് ഇവിടെ കഅബയുടെ സംരക്ഷണവും അതിൻ്റെ പരിപാലനവും അതിൻ്റെ സൂക്ഷിപ്പും ആ ചുമതലകളൊക്കെ അതുവരെ കൈകാര്യം ചെയ്തിരുന്ന ആളുകളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് മുഹമ്മദ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ താക്കോലെങ്ങാനും അബ്ബാസിൻ്റെ കയ്യിലോ അലിയുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിലോ കൊടുത്തിരുന്നുവെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ തന്നെ കൂടെ കൂടിയിരുന്ന ഈ സഹാബികൾ ആ അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുമെന്ന് മുൻകൂട്ടി കണ്ട മുഹമ്മദ് വളരെ തന്ത്രപൂർവ്വം അതിന് പരിഹാരം കാണുകയും ചെയ്തു. ഇതൊക്കെയാണ് ഒരു പടച്ചോൻ്റെ കിതാബിൽ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത് ലോകാവസാനം വരേക്ക് മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യർക്ക് നിയമവും ചട്ടവും പഠിപ്പിക്കാൻ വേണ്ടി ഒരു പടച്ചോൻ കെട്ടിയിറക്കിയതാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ മണ്ടത്തരമാണ്. കഅബ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു പൊതുവിഗ്രഹമാണെങ്കിൽ, ഒരു പൊതു സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ നടത്തിപ്പും സൂക്ഷിപ്പും ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കാൻ ഒരിക്കലും ഒരു ദൈവം പറയില്ല. ദൈവം അതിനൊരു പൊതു സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ താക്കോല് തിരിച്ചു കൊടുത്ത് അധികാരം കൂടെ കൊടുത്തോടുകൂടി അയാൾക്ക് സന്തോഷമായി. പിന്നെ അയാൾക്ക് പ്രശ്നമില്ല. അയാൾ പിന്നെ ഇസ്ലാമായി മുഹമ്മദിൻ്റെ ആളായിട്ട് കൂടെ കൂടി. അത് തന്നെയായിരുന്നു മുഹമ്മദിൻ്റെ ലക്ഷ്യം. നേരെ മറിച്ച് അത് കൊടുക്കാതിരുന്നെങ്കിൽ അയാളും അയാളുടെ കുടുംബവും ആ ഒരു പ്രതികാരവുമായിട്ട് അവിടെ നിൽക്കുന്നത് മുഹമ്മദിൻ്റെ കഅബക്കൊന്നും അത്ര നല്ലതല്ല. കാരണം ആ കഅബയുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും അയാളുടെ കൈവശമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും, സാങ്കേതികമായി കുറേ പ്രയാസങ്ങളുണ്ടാക്കും. അതെല്ലാം മുഹമ്മദ് വളരെ തന്ത്രപൂർവ്വം അവിടെ പരിഹരിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത വാക്യം ഇസ്ലാമിൻ്റെ എല്ലാ അവകാശവാദങ്ങളും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളും അതിൻ്റെ അടിത്തറ തന്നെയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു വിഷയമാണ്. അത് വിശദമായി തന്നെ പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം.